ഹലോ എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞൊരു വീഡിയോ ഒരു ഷാംപൂവിൻ്റെ അതായത് ഒരു പൗഡർ വെച്ചിട്ട് നാച്ചുറലി ഡിറൈവ് ചെയ്ത് കോക്കനട്ട് ഓയിലിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്ന ഒരു പൗഡർ വെച്ചിട്ട് ചെയ്യാനായിട്ട് നോക്കി. അതിൻ്റെ വേറൊരു ട്രയലും നടത്തി. ബട്ട് അതും ഒരു 70% സക്സസ് ആയുള്ളൂ. അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും നയാസിനമൈഡ് എന്ന് പറയുന്ന ഒരു കാര്യം. അതായത് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് നല്ല കളറുള്ള ഒരു സ്കിൻ കിട്ടുക എന്നുള്ളത്. ഈ കളർ സ്കിന്നിൻ്റെ നാച്ചുറലായിട്ട് നമുക്കുള്ള ഒരു കളറുണ്ട്. പക്ഷേ ആ സ്കിന്നിൻ്റെ കളർ നമുക്കെപ്പോഴും പോകുന്നത് മെയിനായിട്ട് സൺ ടാൻ വരാ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്ന് പ്രോപ്പറായിട്ട് കെയർ ചെയ്യാതിരിക്കുക, പാക്കുകൾ ഇട്ട് കൊടുക്കാതിരിക്കുക, എക്സ്ഫോളിയേഷൻ ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ കളർ പതുക്കെ പതുക്കെ മങ്ങും, അല്ലെങ്കിൽ സൺസ്ക്രീൻ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്കിന്നിനെ നമുക്ക് റിവൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന് നയാസിനമൈഡ്, അതുപോലെ ആൽഫ ആർബുട്ടിൻ. ഇപ്പം നമ്മുടെ നാട്ടിൽ ചൂട് വളരെയധികം വരികയാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ വളരെ എന്താ പറയുക യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ്. നയാസിനമൈഡ് അറിയപ്പെടുന്നത് വൈറ്റമിൻ B3 എന്ന് പറയുന്നതാണ്. അത് മെയിനായിട്ട് നമുക്ക് സിറിൽസ് പോലെയുള്ള സാധനങ്ങളിൽ അല്ലെങ്കിൽ ലെൻറ്റിൽസ്, നട്ട്സ് ഇതിലൊക്കെ നയാസിനമൈഡ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് സ്കിന്നിന് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവില്ല, ഒത്തിരി പിഗ്മെൻറ്റേഷൻ, അല്ലെങ്കിൽ നമ്മുടെ സൺ ടാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഏജിങ് റിങ്കിൾസ് ഒക്കെ കുറയ്ക്കാനായിട്ട്, പിന്നെ നല്ലൊരു ബ്രൈറ്റനിങ് കൊണ്ടുവരും. അത് മെയിനായിട്ട് ഈ സൺ ടാൻ ഒക്കെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ബ്രൈറ്റനിങ് ആണത് നമ്മുടെ സ്കിന്നിൻ്റെ റിയൽ കളർ, നാച്ചുറൽ ആയിട്ടുള്ള കളർ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നയാസിനമൈഡ്. വൈറ്റമിൻ സിക്ക് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമുക്ക് ഏതിൽ യൂസ് ചെയ്ത് കൊടുത്താലും ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. വൈറ്റമിൻ സി ഒക്കെ നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ക്രീം കേടാവുക, അല്ലെങ്കിൽ സിറം നമുക്ക് ചൂട്ടത്ത് വെക്കാൻ പാടില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത് നമുക്ക് പകലായാലും രാത്രി ആയാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ്. പിന്നെ ആൽഫ ആർബുട്ടിൻ, ഇതും ഈ പറഞ്ഞ പോലെ പല ടൈപ്പ് ബെറി, ക്രാൻബെറി, മൽബെറി, ഇങ്ങനെ ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്നതാണ്. ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെലനിൻ. അത് പിഗ്മെന്റേഷൻ അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്നിന്റെ കളറൊക്കെ കുറച്ച് കളയുന്നത് ഈ മെലനിൻ പ്രൊഡക്ഷൻ കൂടുമ്പോഴാണ്. അത് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് കോമ്പിനേഷൻ, അതായത് നയാസിനമൈഡും ആൽഫ ആർബുട്ടിനും പ്ലസ് അലോവേരയും കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിസൾട്ടാണ് നമുക്ക് സ്കിന്നിന് കിട്ടുക. അപ്പോൾ നമ്മൾ ഒരു അലോവേര ജെല്ല്, ഞാൻ പല വീഡിയോയിലും പല ടൈപ്പ് അലോവേര ജെല്ല് ചെയ്തിട്ടുണ്ട്. അത് നമ്മളൊന്ന് വീട്ടിലുണ്ടാക്കി വെക്കുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണവും ഇതും കൂടി ആകുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് സ്കിന്നിന് കിട്ടും. വളരെ ഈസി ആയിട്ട് ഇത് വാട്ടറിൽ ചേരുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. ചൂടാക്കുക ഒന്നും വേണ്ട, ഡയറക്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫോമുല. അലോവേര ജെൽ എടുക്കുക, അതൊരു 88. ഞാനിത് ഉണ്ടാക്കിയ അലോവേര ജെൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഗുണങ്ങളും അതിലുണ്ടാവും. പിന്നെ നയാസിനമൈഡ് ആയാലും ആൽഫ ഏതൊരു ഇൻഗ്രീഡിയൻ്റ് ആയാലും അതിൻ്റെ മാക്സിമം പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ടാവും. എപ്പോഴും നമ്മൾ വളരെ മിനിമലായിട്ട് തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം എല്ലാവർക്കും സ്കിന്നിന് ചേരണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് അറിഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ നയാസിനമൈഡ് ഒക്കെ ആണെങ്കിൽ 5% ആണ് മാക്സിമം. അപ്പോൾ 2% ഞാനിതിൽ എടുത്തിട്ടുണ്ട്. 1% ആണെങ്കിൽ നിങ്ങൾ 1% സ്റ്റാർട്ട് ചെയ്യാം. ഇനി ആൽഫ ആർബുട്ടിൻ 2% നമുക്ക് മാക്സിമം ചേർക്കാൻ പാടുള്ളൂ. ഞാനിതിൽ 2% ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് തുടങ്ങുകയാണെങ്കിൽ അഗെയിൻ ഒരു 0.5 അല്ലെങ്കിൽ 0.75 അല്ലെങ്കിൽ 1% തന്നെ തുടങ്ങാനായിട്ട് നോക്കാം. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിനനുസരിച്ച് നമ്മളിപ്പോഴും 100% വേണം നമ്മുടെ ഫോമിൽ ഇരിക്കാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് വേറെ കാര്യങ്ങൾ പല ജെല്ലിൽ കൂട്ടി കുറച്ച് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. നമുക്ക് എന്താണോ സ്കിന്നിന് ചേർന്നത് അതിനനുസരിച്ച് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ആൽഫ ആർബുട്ടിനും നയാസിനമൈഡും മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഓൾമോസ്റ്റ് 7%ഓളം നമ്മൾ ഓയിൽ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഓയിൽ നമുക്കിത് ജെൽ ക്രീം ആയതുകൊണ്ട് കൂടുതൽ ടൈപ്പ് ഓയിലുകൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ ചിലവർക്ക് ഇപ്പോൾ മുഖക്കുരു ഒക്കെയുള്ള പ്രശ്നമുള്ള ആൾക്കാർക്കാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിക്ക് ഓയിലുകൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. ട്രീ ഓയിൽ, അങ്ങനത്തെ ഓയിലുകളായിരിക്കും അവർക്കൊന്നും കൂടി നല്ലത്. അപ്പോൾ അതിനനുസരിച്ച് മാറ്റി നമ്മുടെ സ്കിന്നിന് ചേർന്ന ഓയിലുകൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ഉണ്ടാക്കേണ്ട വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അലോവേര ജെല്ല് വാട്ടറിൽ മിക്സ് ചെയ്യുന്ന സാധനമാണ് ഇത് രണ്ടും, ആൽഫ ആർബുട്ടിനും നയാസിനമൈഡും. അപ്പോൾ നമ്മൾ ജെല്ല് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ രണ്ട് പൗഡറാണ്, വൈറ്റ് പൗഡറാണിത്. അത് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സ്ട്രാക്റ്റുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ എൻ്റെ മഞ്ചിഷ്ട എക്സ്ട്രാക്ട് മറ്റേ ഗ്ലിസറിനാണ്, അത് വാട്ടറിലാണ് ചേരുക. അപ്പോൾ അത് പിന്നെ മഞ്ചിഷ്ട എക്സ്ട്രാക്ട് മാത്രമേ ഉള്ളൂ, അത്രയും. ബാക്കിയുള്ളതൊക്കെ സിബക്തോൺ സീഡ് ഓയിൽ. ഞാൻ ഇതിന് മുൻപ് സിബക്തോണിൻ്റെ ഒരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫ്രൂട്ടും സീഡും ഇത് രണ്ടും വളരെയധികം ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് സ്കിന്നിന്. അപ്പോൾ സിബക്തോൺ സീഡ് ഓയിൽ, വൈറ്റമിൻ ഇ, അത് ഓയിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചേർത്ത്, അതുപോലെ എസെൻഷ്യൽ ഓയിലുകൾ എല്ലാം ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ വലിയൊരു ക്വാണ്ടിറ്റിയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സർ അല്ല, ഇതിനും ബ്ലെൻഡർ തന്നെയാണ് നല്ലത്. അപ്പോഴേ ഒരു ക്രീം കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുള്ളൂ, ഒരു തിക്ക് ക്രീം കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇതിനും കൂടുതലായിട്ട് നമുക്ക് ക്രീം പരുവത്തിൽ നമുക്ക് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അലോവേര ജെല്ല് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഗമ്മിൻ്റെ പെർസെൻറ്റേജ് കൂട്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി തിക്കായിട്ടുള്ള ക്രീം നമുക്ക് കിട്ടും. എന്നിട്ട് ബാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് അത്രയും ഞാൻ വിചാരിച്ച ആ തിക്നെസ്സിൽ കിട്ടിയില്ല. അപ്പോൾ പിന്നെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തു.
ഇനി ഇത് നമ്മൾ ആക്കുമ്പോൾ നമ്മൾ ബോട്ടിൽ പ്രസ് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ പമ്പ് ചെയ്തെടുക്കുന്ന ബോട്ടിലാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ, ഇനിയിപ്പോൾ ഓപ്പൺ ബോട്ടിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ഒരു ചെറിയൊരു ടീസ്പൂൺ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുകൊണ്ട് എടുക്കുക, കൈ കൊണ്ട് എടുക്കുന്നതിനേക്കാളും പകരമായിട്ട്. അതുപോലെ ഇതിനൊരു വൈറ്റ് കളറല്ല അതിന്, കാരണം നമ്മൾ മഞ്ചിഷ്ട എക്സ്ട്രാക്ട് ചേർത്തത് കൊണ്ട് ഇതിനൊരു റെഡിഷ് കളറാണ് ഈ ക്രീമിൻ്റെ കളർ. നാട്ടിൽ നല്ല ചൂടൊക്കെ വരുവാണല്ലോ, അപ്പോൾ ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി നോക്കൂ. സൺ ടാനൊക്കെ വളരെയധികം കുറയാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.